നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പോലും ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് ജന്മങ്ങളും ജീവിതങ്ങളൊക്കെ നമുക്കിടയിലുണ്ട് കേട്ടോ. ജീവിതം ചിലപ്പോൾ അത്രയും അനീതിയുള്ളതായിരിക്കും. ചില സമയങ്ങളിൽ ഒരു പാവ മനുഷ്യനെ, ഒരു കലാലയത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് അദ്ദേഹം. വർഷങ്ങളായി തൻ്റെ ജോലിയിൽ വളരെ സത്യസന്ധമായി കൊണ്ട് ജീവിച്ചു പോകുന്നൊരു മനുഷ്യൻ 10 വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ ബാധിച്ച് സ്വന്തം ഭാര്യ അദ്ദേഹത്തെ നഷ്ടപ്പെടുകയാണ്. അന്ന് മുതൽ മക്കളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട്, മക്കളുടെ ചിരി കാണാനായി വേണ്ടി മാത്രം ജീവിച്ച വൃദ്ധനായ ഒരു സെക്യൂരിറ്റി പണിയൊക്കെ ജീവിച്ചു വന്നൊരു മനുഷ്യൻ, വേദനയെ മറച്ച് ഓരോ ദിവസവും ജീവിതവുമായി പൊരുതി നിന്ന ആ വൃദ്ധനായ മനുഷ്യൻ. പക്ഷേ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ലോകം മുഴുവൻ തകർന്നടിഞ്ഞ് വീഴുകയായിരുന്നു. ഒരു വിദ്യാർത്ഥിനി തൻ്റെ കാമുകൻ്റെ കാര്യം പുറത്തു പറയുമോ എന്ന പേടിയിൽ തെറ്റിദ്ധാരണയുടെ ചുഴിയിൽപ്പെട്ടുകൊണ്ട് ആ മനുഷ്യൻ്റെ പേരിൽ ഒരു പോക്സോ കേസ് പരാതി നൽകുകയാണ്. ഒരൊറ്റ ഒപ്പ്, ഒരൊറ്റ മൊഴി, ആ പാവ മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ അഗ്നിക്കിരയ പോലെയായി കേട്ടോ. ജയിൽ വാതിലടഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അവനോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും, എന്തിനാണ് ഞാൻ ശിക്ഷ അനുഭവിക്കുന്നത് എന്നുള്ളത്. 8 മാസം തടവിൽ കഴിയുകയും പിന്നെ 2 വർഷത്തെ നീണ്ട വിചാരണയ്ക്ക് ശേഷം ജീവിതം അതിനിടയിൽ നിശബ്ദമായൊരു ശിക്ഷയെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പാവ മനുഷ്യന്. മക്കൾ മൗനമായി. നാട്ടുകാരൊക്കെ സംശയത്തിൻ്റെ കണ്ണുവെട്ടിച്ചു. സമൂഹം തന്നെ താൻ തീർന്നെന്ന രീതിയിലൊക്കെ അടയാളപ്പെടുത്താൻ തുടങ്ങി. അവസാനം കോടതി പറഞ്ഞു, നീ കുറ്റവിമുക്തനാണ്, നീ തെറ്റ് ചെയ്തിട്ടില്ല, ഒരു തെളിവ് നിന്റെ പേരിലില്ല, അതുകൊണ്ട് അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, കോടതിയിൽ നിന്നും ആ വിചാരണ കേട്ടുകൊണ്ട്, ആ വിധി കേട്ടുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട്, അത് വേദനയോടും ക്ഷമയോടും കൂടി അദ്ദേഹത്തിൻ്റെ ഒരു ചിരി ഉണ്ടായിരുന്നു. ആ ചിരി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ, എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ സമൂഹത്തിനും അറിയാമായിരുന്നു ഞാൻ കുറ്റക്കാരനല്ല എന്നുള്ളത്. ആ കുഞ്ഞുമോൾക്ക് തോന്നിയ ഒരു അബദ്ധമായിരുന്നു അത് എന്ന്. അപ്പോഴേക്കും 8 മാസം അദ്ദേഹത്തിൻ്റെ കാരാഗ്രഹ ജീവിതം കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫാനും ഒരു ലൈറ്റിൻ്റെ ഇരുണ്ട വെളിച്ചവും അല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല 8 മാസം കൊണ്ട്. കോടതിയിൽ വരുമ്പോഴാണ് അദ്ദേഹം ഒന്ന് വെളിച്ചം കണ്ടത് എന്നുള്ളത്. അത്ര അദ്ദേഹം പറഞ്ഞോളൂ കേട്ടോ. ഒരു വാക്ക് പോലും അദ്ദേഹത്തിൻ്റെ പ്രതികാരത്തിൻ്റെ ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അതിനുശേഷം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ണുനീരിന് പകരം ക്ഷമയായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ചിരിയിൽ വേദനയ്ക്ക് പകരം അദ്ദേഹത്തിൻ്റെ മുറുകെ പിടിച്ച വിശ്വാസമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, കോടതിയിൽ കുറ്റവിമുക്തനായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. വീട്ടിലെത്തിക്കൊണ്ട് ഭാര്യയുടെ ചിത്രം എടുത്തുകൊണ്ട് അദ്ദേഹം ആ ചിത്രത്തിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഒരുപാട് കാര്യം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്തിനാ ഞാനിങ്ങനെ ശിക്ഷിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം സമാധാനിക്കുകയായിരുന്നു. കാലം ഒരുപാട് കടന്നുപോയി. പക്ഷേ ആ മനുഷ്യൻ്റെ ആത്മാവിൽ ഇന്നും നിശബ്ദമായൊരു നിഴലുണ്ട്. അത് വേദനയുടെ നിറമാണ്. പക്ഷേ അതിനിടയിൽ ഒരു കരുണയുടെ വെളിച്ചമുണ്ടായിരുന്നുള്ളതാണ്. ഇതിൽ പഠിക്കേണ്ട സന്ദേശമുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, നമ്മൾ കേൾക്കുന്ന ഓരോ ആരോപണത്തിൻ്റെയും പിന്നിൽ ഒരാളുടെ ജീവിതമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്, അതിൻ്റെ ഗൗരവം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തെറ്റായ ഒരു ആരോപണം കൊണ്ട് ഒരു വാക്കല്ല, ഒരു മനുഷ്യനെ മുഴുവൻ അല്ലെങ്കിൽ സമൂഹത്തെ മുഴുവൻ തകർക്കുന്ന, ഒരു കുടുംബത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണമായി അത് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് മുമ്പ് സത്യം വൈകിയാലും തിരിച്ചു വരുമെന്ന ഓർമ്മ നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ അതിനിടെ നിഷ്കളങ്കയുടെ മനസ്സൊരിക്കലും വേദനിപ്പിക്കാൻ നാം ആരും ഇടയാകരുത്. നമ്മൾ കാരണം അതുണ്ടാകരുത് എന്നുള്ളതാണ്. മനുഷ്യൻ സംശയിക്കുന്നതിന് മുമ്പ് അവരുടെ കണ്ണുകളിലേക്കൊന്ന് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അവിടെ കുറ്റം കാണുന്നില്ലെങ്കിൽ, അത് നിങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അവരോട് നീതി കാണിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. ഈ സമൂഹത്തിൽ എല്ലാവർക്കും നല്ലതായിട്ട് ഒരുപാട് സ്നേഹം മാത്രം, ഒരുപാട് ഇഷ്ടം, സ്നേഹം. താങ്ക് യു.